ദ്വാരക്കും ഞങ്ങൾ വാപ്പാന്ന് പറയാം ഹജ്ജിന് പോകാൻ കിട്ടാൻ വേണ്ടി എല്ലാവരും നമ്മൾ ഹജ്ജിനടക്കും ഇതെല്ലാവരും നല്ല കാര്യമാണ്. അള്ളാഹു തആല അവർക്കൊക്കെ കൊടുക്കട്ടെ. ഞാൻ അവരെ ഉദ്ദേശിച്ചല്ല ഇത് പറയുന്നത്. എല്ലാവരും ഒപ്പം കിട്ടാനുള്ള വലിയ താല്പര്യത്തിലാണ് ഹജ്ജിനടുത്ത് കിട്ടാൻ. അള്ളാഹു തആല എല്ലാവർക്കും കൊടുക്കട്ടെ. അള്ളാഹു എല്ലാവർക്കും അതിനുള്ള സൗകര്യമൊക്കെ വഴിയൊക്കെ അള്ളാഹു തആല തുറന്നു കൊടുക്കട്ടെ. എല്ലാവരും ചിന്തിക്കുക നോക്ക്. എന്നിട്ടോ ഇതൊക്കെ നമ്മൾ ചെയ്യും. എന്നിട്ടോ ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ വെറുതെ അങ്ങാടിയിൽ ഇങ്ങനെ നിൽക്കും. ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ അങ്ങാടിയിൽ നിൽക്കുക എന്നത് ഈമാൻ കെടുത്തിക്കളയുന്ന കാര്യമാണ്. അത് ഈമാൻ കെടുത്തിക്കളയുന്ന സംഗതിയാണ്. എന്തുകൊണ്ട് ഹബീബായ റസൂൽ പറഞ്ഞു ഇദാ ഗുർബത്തി ശംസു ഇന്തശറത്തി ശയാത്തീനു ഫിൽ അർളി. മഗ്‌രിബാനോടെ ഭൂമിയിൽ പിശാച് പരക്കും. പിശാച് ഏറ്റവും കൂടുതൽ അധികാരം വാഴുന്ന സ്ഥലം അങ്ങാടിയാണ്. അപ്പൊ ആജിമാരെ ഹജ്ജിന് കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ മഗ്‌രിബോടുകൂടെ എവിടെ കയറുക? പള്ളിക്ക്. പെണ്ണുങ്ങളാണെങ്കിൽ അവരെ മുസല്ലയിൽ അഭയം തേടുക, എന്നിട്ട് ദിക്ർ ചെല്ലുക, ഹജ്ജാദ് ചെല്ലുക, ഖുർആൻ ഓതുക, നിസ്കരിക്കാൻ. മനസ്സിലാവണില്ലേ മോമിനിങ്ങളെ? സുബഹയുടെ ശേഷം കിടന്നുറങ്ങാതിരിക്കുക, അതും പ്രധാനപ്പെട്ടതാണ്. സുബഹിയുടെ ശേഷം കിടന്നുറങ്ങാതിരിക്കുക. സുബഹയുടെ ശേഷവും റബ്ബിന്റെ അദ്കാർ ഖുർആനുമായി ബന്ധപ്പെടുക. എന്നിട്ട് കൽബിനെ പരമാവധി ശുദ്ധീകരിക്കുക. ഇരുത്തത്തിലും നടത്തത്തിലും സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇങ്ങനെയുള്ള അദ്കാറുകൾ പെരുപ്പിക്കുക, ഖുർആൻ ഓതുക. അങ്ങനെ പൂർണ്ണമായി അദ്കാർ കൊണ്ടും മറ്റും അള്ളാഹുവിലേക്ക് പൂർണ്ണമായിട്ട് അങ്ങോട്ട് അടുക്കുക. ഏത് നേരം അള്ളാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ നാലാമത്തെ നിബന്ധന മനുഷ്യരുമായി ബന്ധപ്പെട്ടതാകുന്നു. എന്താണത്? മനുഷ്യരുമായി ബന്ധപ്പെട്ടത് എന്തെങ്കിലും എന്തെങ്കിലും ഒരു വിഷയം അവനുമായി മറ്റൊരാളുടെ ഇടപാടിലോ മറ്റു കാര്യത്തിലോ ഉണ്ട് എങ്കിൽ ആ വിഷയത്തിന്റെ ബറാഅത്ത് വാങ്ങുക. അതായത് അവരുമായിട്ടുള്ള ആ ഇടപാടുകളൊക്കെ ഒന്നാണ്ട് കൊടുത്തു തീർക്കുക. നിങ്ങൾക്ക് മനസ്സിലാവണമല്ലോ പറഞ്ഞത്? മനസ്സിലാവണില്ലേ മോമിനിങ്ങളെ? ചിന്തിക്കണം. എന്നോടൊരിക്കൽ വയനാട്ടിൽ നിന്ന് ഒരാൾ പറഞ്ഞു, എൻ്റെ പീടിയിൽ നിന്ന് തുണിപ്പീടിയിൽ നിന്ന് ഒരുത്തൻ സാധനം വാങ്ങിയിരുന്ന ഒരു 3,000-4,000 ഉറുപ്പ്യക്ക്. അങ്ങനെ കുറേ കൊല്ലങ്ങളായി ഞാനിവനോട് ചോദിച്ചിട്ട് ആ പൈസ തന്നില്ല. പിന്നെ എനിക്ക് വിവരം കിട്ടി ഹജ്ജിന് പോകുന്നുണ്ട്. അപ്പം എനിക്ക് തൃപ്തിയായി. ഈ കൊല്ലെങ്കിലും നമ്മളെ പൈസ കിട്ടുമല്ലോ. ഇപ്പം ഹജ്ജിന് പോയി വന്നിട്ട് 2 കൊല്ലമായി ഉസ്താദേ, ഇപ്പോഴും പൈസ തന്നിട്ടില്ല. മനസ്സിലായില്ല എന്തിനാ ഈ ജാതി ഹജ്ജ്? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? എന്താ ഇപ്പം നിൻ്റെ അർത്ഥം? ഇത് ഇന്ന് ആരാധനകളൊക്കെ ഒരു തരം നാട്യങ്ങൾ, ഒരു ഏർപ്പാട്. നമുക്ക് ഇത്രയുള്ളൂ എന്നറിയോ? ജനങ്ങളെ മുന്നിൽ ഹാജിയായി ചമയാന്ന് മാത്രമേ ഇതിലൊക്കെ പോലെയുള്ളൂ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എല്ലാവരും മുഅ്മിനീങ്ങളെ മരിച്ചു പോകണം. ഇതിനൊക്കെ നമുക്ക് സ്വർഗം കിട്ടണം. അത് നമ്മൾ മനസ്സിലാക്കണം. ഒരു അമൽ ചെയ്യുന്നതിലല്ല, ആ അമലിൻ്റെ ഇഖ്ലാസിലും അത് റബ്ബിൻ്റെ നിബന്ധനയും ചെയ്യുന്നതിലാണ് സ്വർഗമുള്ളത്. മനസ്സിലായോ മോമിനിങ്ങളെ? കേവലം ഒരു അമലൊന്നും ചെയ്യുന്നതിലല്ല. ആ അമലിൻ്റെ ഏതോ ഒരു പദം തെറ്റുകയുമല്ല വിഷയം. ഒരു പക്ഷേ പദം തെറ്റിയാൽ ഗഫൂർ റഹീമായ റബ്ബത് പൊറുക്കാം. എന്നാൽ എൻ്റെ നിബന്ധന അവൻ പാലിച്ചിട്ടില്ല എങ്കിൽ ഒരിക്കലും റബ്ബത് പൊറുക്കൂല, സ്വീകരിക്കൂല. മനസ്സിലായില്ലേ മോമിനിങ്ങളെ? ഇതൊക്കെ വളരെ ചിന്തിക്കണം. എല്ലാവരും ഇടപാടുകൾ കൊടുത്തു തീർക്കുക. ആരോടെങ്കിലൊക്കെ പരസ്പരമുള്ള എന്തെങ്കിലും അഭിപ്രായക്കേടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറഞ്ഞു തീർക്കുക. അയൽവാസിയുമായി ലോക്യത്തിലാവുക, ബന്ധത്തിലാവുക, സ്നേഹബന്ധത്തിലാവുക. ഇനിയുള്ള സമയത്തിൽ പരമാവധി ആളുകൾക്ക് ഇഹ്സാൻ ചെയ്യുക. പരമാവധി ഇഹ്സാൻ ചെയ്യുക. നല്ല വാക്ക്, നല്ല പെരുമാറ്റം, നല്ല രീതി, നല്ല വർത്തമാനം, നല്ല പ്രവർത്തനം, ഇങ്ങനെ ആവുക. ഒരു നിർമ്മല മനസ്കനാവുക. അതോടുകൂടെ തന്നെ റബ്ബിന്റെ ലൈഫായി തീരും. അവൻ റബ്ബിന്റെ ലൈഫാണ്. അവൻ യാത്രക്കിടയിൽ മരിച്ചു പോയാൽ പോലും, അവൻ തീരുമാനിച്ചതിന് ശേഷം മരിച്ചു പോയാൽ പോലും അവൻ റഹ്മാനായ റബ്ബിന്റെ അതിഥിയായിരുന്നു. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ.